ഹാദാ മുആദ് ഇബ്നു ജബൽ യഅതി യൗമൽ ഖിയാമഹ അമാമൽ ഉലമാ എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ നിൽക്കുന്ന മുആദ് ഉണ്ടല്ലോ, മുആദ് അന്ത്യനാളിൽ എല്ലാ ആലിമീങ്ങളുടെയും മുന്നിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ മുആദിന് അതിന് കാരണം? അഅലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ഇബ്നു ജബൽ എന്ന് മുഹമ്മദ് മുസ്തഫ. ഹലാലും ഹറാമും വ്യവച്ഛേദിച്ച് പഠിച്ചതാ കാരണം. അപ്പൊ വെറുതെ ഹാഫിളായതുകൊണ്ട് കാര്യമില്ല. കേവലം ഹാഫിളാകുന്ന ട്രെൻഡ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്, അത് ശരിയല്ല. കേവലം ഹാഫിളായ മതിയാകൂല, അതിന്റെ ഭംഗിയില്ലേ ഉണ്ട്. പക്ഷേ ആ രൂപത്തിൽ അത് കൈകാര്യം ചെയ്യണമെങ്കിൽ അവർ ആലിമും കൂടിയാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുണ്ടാകണം, ആലിമീങ്ങൾ ഉണ്ടാകണം. അതിന് പള്ളി ദർസ് ഭംഗിയായി നടക്കണം. നിങ്ങൾ നിങ്ങളെ കുട്ടികളെ ദീൻ പഠിപ്പിക്കണം. ഇതിന്റെ ലാഭം എന്താണ്? ദീൻ പഠിപ്പിക്കണം. ഹിശാം ഇബ്നു അബ്ദുൽ മലിക് രാജാവ് വലിയ രാജാവാണല്ലോ. അമവി ഖലീഫമാരിലെ വലിയ രാജാവാണ് ഹിശാം ഇബ്നു അബ്ദുൽ മലിക്. അങ്ങനെ ആളുകളൊക്കെ ബുദ്ധിമുട്ടിച്ച് അതിനിടയിൽ നിന്ന് രാജാവിധത്തിൽ തവാഫ് ചെയ്തു. അത് കഴിഞ്ഞ് തവാഫെല്ലാം കഴിഞ്ഞ് നേരെ അപ്പുറത്തെ മൂലയിലേക്ക് ചെന്നപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു കറുകറുത്ത മനുഷ്യനാണ്. അത്വാ ഇബ്നു അബീ റബാഹ് ചൊങ്കനായ ഹിശാം ഇബ്നു അബ്ദുൽ മലിക് രാജാവ് പൂച്ചക്കുട്ടിയെ പോലെയായിട്ട്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൂച്ചക്കുട്ടിയെ പോലെ പോയിട്ട് ഹിശാം ഇബ്നു അബ്ദുൽ മലിക് രാജാവ് അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു ദർസ് നടക്കുന്നുണ്ട് മത്താഫിന്റെ ഒരു മൂലക്ക്. അവിടെ പോയിട്ട് മെല്ലെ ഇങ്ങനെ പൂച്ച ഇരിക്കും പോലെ ഇരുന്ന് കൊടുത്തു രാജാവ്. ഹിശാം ഇബ്നു അബ്ദുൽ മലിക്കിന്റെ 2 മക്കൾ കൂടെ ഉണ്ടായിരുന്നു. ബാപ്പ ഒരാളെ പേടിച്ചുകൊണ്ട് താഴെ തല തൂക്കി കുമ്പിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഒരാൾ മജ്ലിസിൽ. ബാപ്പ അങ്ങനെ ഇരിക്കുന്നത് മക്കൾ കണ്ടിട്ടില്ല. അത്വാ ഇബ്നു അബീ റബാഹിന്റെ മജ്ലിസിൽ ബാക്കിൽ പോയിരുന്ന് രാജാവ് ദർസ് കഴിയുന്നത് വരെ തലയും തൂക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന്. ദർസ് കഴിഞ്ഞ് മുതഅല്ലിമീങ്ങൾ പിരിഞ്ഞു പോയപ്പോൾ മെല്ലെ മെല്ലെ ഭവ്യതയോടെ പീഠത്തിലിരിക്കുന്ന അത്വാഹിന്റെ അവനടുത്തേക്ക് പോയി. അത്വാഹിനെ ആലിമീങ്ങൾ മുതഅല്ലിമീങ്ങൾക്ക് അറിയാമല്ലോ, ബഹുമാനപ്പെട്ട താബിഈങ്ങളിൽ ഹസൻ ബസ്രി കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമുള്ള ആളുകളിൽ ഒരാളാണ് മഹാനായ അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു. പോയി ഇങ്ങനെ മെല്ലെ ഇരുന്ന്. അപ്പോൾ പീഠത്തിലിരിക്കുന്ന രാജാവിനെ പണ്ഡിതൻ രാജാവിനെ അടുത്തേക്ക് കൂട്ടി വിളിച്ചു. രാജാവിന്റെ തലയിൽ കൈവച്ചു കൊടുത്തു. രാജാവ് നല്ല വാക്ക് സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് രാജാവ് നേരെ മസ്നയിലേക്ക് കയറി പണ്ഡിതനുമായി വളരെ ഭവ്യതയിൽ സംസാരിച്ചു. ഒരു കറുകറുത്ത കാപ്പിരിയായ ഈ മനുഷ്യനെ ബാപ്പ ഇത്ര പോലെ പേടിച്ച് ബഹുമാനിക്കുന്നത് കണ്ടപ്പോൾ മക്കൾ ചോദിച്ചു, ബാപ്പ ആരാണ് ഈ മനുഷ്യൻ? നിങ്ങൾ അയാളെ വല്ലാതെ പേടിക്കുന്നുണ്ടല്ലോ, അയാളാണ്. അപ്പോൾ നിങ്ങൾ ഒരാളെ പേടിക്കണേ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ അയാളെ പേടിക്കണം. അപ്പോൾ ബാപ്പ പറഞ്ഞ്, ബാപ്പ പോലും പേടിക്കുന്ന ഒരാളാകണമെന്ന് മക്കളെ പൊടിയുണ്ടോ? പഠിച്ചോ. അതാരാ? അത് താബിഈങ്ങളിലെ ആലിമായ അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. നിങ്ങൾ ചിന്തിക്കണം, ആലിമാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട. ആലിമായാൽ ഒരാളെയും അവർ പേടിക്കുകയില്ല. ലാ യഖാഫൂന ലൗമത ലായിം ദാലിക ഫളലുല്ലാഹ്. ഒരാളെയും അവർ പേടിക്കൂല, എല്ലാവരും അവരെ പേടിക്കേണ്ടി വരും. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അതുകൊണ്ട് മക്കൾക്ക് നാഫിയ ഇൽമ പഠിപ്പിക്കണം. എല്ലാം അവസാനിച്ചുകൊണ്ട് വിചാരിക്കേണ്ട. ഇനി ഔലിയാക്കന്മാരെ കാലം വരികയാണ്. ഇനി മുഖ്ലിസാണോ വലിയായി മാറും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ്. വളരെ ചിന്തിക്കണം. ഇഖ്ലാസ് ഉണ്ടായാൽ, ഇഖ്ലാസോടുകൂടി മുതഅല്ലിമായാൽ, ഇഖ്ലാസോടുകൂടി അമൽ ചെയ്താൽ, ഇഖ്ലാസ് കൈമുതലാക്കി സമുദായത്തിന്റെ കൂടെ നിന്നാൽ ഇനി വിലായത്തുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനിയുള്ളൊരു കാലം ഒരു പ്രത്യേകമായ കാലമാണ്. എന്താ കാലം? ഈ കാലം നിങ്ങൾക്കറിയില്ലേ? നിഫാഖ് അധികരിക്കുന്ന കാലമാണ്. ഒരു മനുഷ്യനെ പേടിച്ച് അയാളെ ബഹുമാനിക്കുന്ന കാലമാണ്. ഒരു മനുഷ്യനിൽ നിന്ന് വരുന്ന ശർറിനെ പേടിച്ച് അയാളെ ബഹുമാനിക്കുന്ന കാലമാണ്. ഈ കാലത്ത് മുഖ്ലിസായി ഇഖ്ലാസോടുകൂടെ ഇൽമിനെ പണിയെടുത്താൽ വിലായത്തുണ്ടാവും. പേടിക്കണ്ട.
അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഞാനിത് വെറുതെ പറയുന്ന വർത്തമാനമല്ല. വിലായത്തിന് അധികാരമുള്ള പല മനുഷ്യന്മാരും ഇന്ന് ദുനിയാവിലുണ്ട്. അവരെ കൊണ്ടാണ് ഈ ദുനിയാവ് നടന്നു പോകുന്നത്, യാതൊരു സംശയം വേണ്ട. ഒരു ഉറുപ്പിക പോലും ലാഭം ആഗ്രഹിക്കാത്ത പണിയെടുക്കുന്ന ഉലമാക്കൾ ഇന്നുണ്ട്. ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുകയല്ല. പടച്ചവനല്ലാത്തൊരു ലക്ഷ്യമില്ലാതെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുന്ന ഉലമായ ദുനിയാവിലുണ്ട്. ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. ചില നാടുകളിൽ അവിടുത്തെ ഭരണാധികാരികളിൽ ചില ആലിമീങ്ങളെ പിടിച്ചു കെട്ടിയിട്ടുണ്ടല്ലോ. എന്തേ ഒരാളെയും അവർക്ക് പേടിയില്ല. രാജാവിന്റെ ഘടകം അവർക്ക് പേടിയില്ല. ഇന്നുണ്ട്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇൽമിന്റെ കൂടെ നിൽക്കണം. ഇൽമ കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറും മേരിടും. മേന്മ നൽകും മഹൽ ഗുണം, വിദ്യ തന്നെ മഹാധനം. ശംസുൽ ഉലമ പോയി പറഞ്ഞ് ഇന്നൊരാൾ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയരുത്. അങ്ങനെയൊക്കെ പറയൽ ഭീമമായ അബദ്ധമാണ്. ആരായിരൊക്കെ പറയാനുള്ള അധികാരം തന്നത്? ശംസുൽ ഉലമ വഫാത്തായി, ഇനി അങ്ങനെ ഒരാളുണ്ടാവില്ല. ആരായിരൊക്കെ പറയാനുള്ള അധികാരം തന്നത്? അവരാക്കിയ അല്ലാഹു ജല്ല ജലാലായ സുബ്ഹാൻ വഹുവ ഹയ്യുൻ ലാ യമൂത്ത്. ഇതാ ജീവനോടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഇതൊക്കെ പറയല്ലോ. ഹറാമും ശുബ്ഹത്തും അധികരിക്കുന്ന കാലത്തല്ലേ മഹ്ദി ഇമാം വരിക റളിയല്ലാഹു അൻഹു. അള്ളാന്റെ മുഖറബിനെ ഹറാമില്ലാതെ ഭക്ഷിപ്പിക്കാൻ റബ്ബിന് കഴിയൂല എന്ന് പറഞ്ഞ കാഫിറാവൂലേ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക്. അപ്പോൾ ബാപ്പാക്ക് ഇഖ്ലാസ് ഉണ്ടാകണം, ഉമ്മാക്ക് ഇഖ്ലാസ് ഉണ്ടാകണം. എന്നിട്ട് ഇഖ്ലാസ് ഉള്ള ഉസ്താദുമാരടുത്തേക്ക് പറഞ്ഞേക്കണം. ഉസ്താദുമാര് ശിക്ഷിച്ച് പഠിപ്പിക്കണം. പഴയകാല ശിക്ഷണത്തിൽ പഠിപ്പിക്കണം. കൊണ്ടോട്ടി കോടങ്ങാട് പള്ളിയിലേക്ക് ഒരു ശവ്വാൽ മാസത്തിലെ 6-നോ 7-നോ ആയിരിക്കും, 6, 7, 8, 10 ഉള്ളിലുള്ള ഒരു ദിവസം എന്റെ ബാപ്പ എന്നെ കൊണ്ടുപോയി. ളുഹറിനാണ് കോടങ്ങാട് പള്ളിയിൽ എത്തുന്നത്. കാപ്പിൽ ഉമർ മുസ്ലിയാർ വലിയ മഹാനായിരുന്നു. ഉസ്താദ് ശൈഖുനാ ബഹുമാനപ്പെട്ട ഒരു വലിയ ആലിമായിരുന്നു, വലിയ ഫഖീഹായിരുന്നു, വലിയ സൂക്ഷ്മശാലിയായിരുന്നു. ഒരു ഖറാഹത്ത് പോലും ചെയ്യുന്നത് എന്റെ ഉസ്താദ് ഒരു ഖറാഹത്ത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. 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 ഇതൊന്നും വെറുതെ പറയല്ല. ഹറാമ പിന്നല്ല, ഒരു ഖറാഹത്ത് ഒന്നുമില്ല. പള്ളിയുടെ ചെരുവിലേക്ക് ഇങ്ങനെ ഇറങ്ങിയ ഉസ്താദും ബാപ്പയും അകത്തെ പള്ളിയിലുള്ള എന്നെ വിളിച്ച് എന്നെങ്ങനെ കൈ പിടിച്ചിട്ട് ശൈഖുന കാപ്പിൽ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്ത് എനിക്കന്ന് ഏകദേശം ഒരു 17 വയസ്സുണ്ടാവും. അപ്പൊ ബാപ്പ പറഞ്ഞ് എനിക്കാകെ ഒരു മകനുള്ളത് ഇവനാണ്. ഇവൻ ഞങ്ങൾ തച്ചു ഒന്ന് ഇവിടെ കുഴിച്ചിട്ടാ ഞാൻ ചോദിക്കൂല. ഇവൻ നന്നായിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കും. എന്തിനാ മുറലിയാൽ എന്റെ കുട്ടീനെ തച്ചൊന്ന് കുഴിച്ചിട്ടെന്ന് ഞാൻ ചോദിക്കൂല. ഇവനെ മയ്യത്ത് നിസ്കരിക്കാൻ നേരത്തെ ഇന്നൊന്ന് അറിയിച്ചാൽ മതി. ബാപ്പ പറയാ ഇന്ന് മുത്താലിമിന് പറഞ്ഞയച്ച് മുത്താലിമിനെ ദർസിലേക്ക് ചേർത്ത് കൊണ്ടുവന്നാൽ തന്നെ രാവിലെ വിളിച്ചു വയ്ക്കും ഭക്ഷണത്തിന്റെ മെനു. എന്താ ഉച്ചക്ക്, എന്താ രാവിലെ, എന്താ വൈകുന്നേരം. ഞാനും ഒരു ചെറിയ ഇങ്ങനത്തെ ബഹുമാനപ്പെട്ട ഉസ്താദൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ സ്ഥാപനത്തിന്റെ ഒരു ചെറിയ ഖിദ്മത്തുണ്ട്. അപ്പൊ ഇതെന്നെ ചോദിക്കും. എങ്ങാനും കുട്ടികൾ നാട്ടിൽ പോയാൽ ചോദിക്കും. വലിയ പരിപാടിക്കും നമ്മൾ ഇരിക്കുന്ന സമയത്തായിരിക്കും ഉസ്താദെ പിന്നെ കുട്ടിക്ക് മൂട്ട കടിച്ച പാടുണ്ട്. ചില പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ പെട്ടെന്ന് വിളിക്കും, മൂട്ട കടിച്ച പാട്. ഞാൻ ബേജാറാവും, പഠിച്ചു എന്ത് എവിടുന്ന് മൂട്ട കടിച്ച് എന്താ പറയുന്ന വർത്തമാനം. അപ്പൊ അന്ന് കോളേജിന് ലീവായിട്ട് കുട്ടികളെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവിടെ വീട്ടിലെത്തിയപ്പോൾ ഇവര് ആകെ പരിശോധിക്കാണ് എവിടെയെങ്കിലും മൂട്ട കടിച്ച്. ഞങ്ങൾ കോടങ്ങാടൊക്കെ ഓതുന്ന കാലത്ത് മൂട്ട ഇല്ലാത്തൊരു സാധനം പള്ളിയില്, മൂട്ട ഇല്ലാത്തൊരു സാധനം പള്ളിയിലില്ല. മൂട്ട തിന്നിട്ട് മരിച്ചു പോകുകയാണെങ്കിൽ ഞാനൊന്നും ഇവിടെ തുഞ്ഞാവരുണ്ടാവില്ല. അത് സാറേ
കാലം അതൊന്നും ചോദിക്കൂല. എന്തായിരുന്നു ആ കാലഘട്ടം? എന്തായിരുന്നു? മര്യാദക്ക് ഒരു ഭക്ഷണം കിട്ടും. ഒരു ക്യാൻറ്റീൻ ഉണ്ടായി പള്ളിയുടെ മുന്നിൽ, കോടങ്ങാട് പള്ളിയുടെ മുന്നിൽ ക്യാൻറ്റീൻ ഉണ്ടായി. ആ പള്ളിയുടെ സൈഡിൽ മുത്താലിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ കറുമൂസ വളർത്തിന്ന്. ഇതിനാകട്ടെ ബിലാത്തി മൊയിലിനെ പോലെ ഉണ്ടാവും കറുമൂസ. ഞങ്ങൾ ദ്വാരക്കും പഠിച്ചോണി കറുമൂസ ഒന്ന് പൊളിഞ്ഞാടിയ കറുമൂസ പൊളിഞ്ഞാടില്ല. എല്ലാ ഉച്ചക്കും കറുമൂസ കറി, അതും തന്നെ ഒരു എരിവില്ല പുളിയില്ലാത്തൊരു കറുമൂസ. കറുമൂസ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കറുമൂസ. അങ്ങനെ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം മീൻ ഉണ്ടാവും. അത് മീനാണോ എന്ന് പരിശോധിക്കണമെങ്കിൽ വിദഗ്ധരെ കൊണ്ടുവരേണ്ടി വരും. ചിന്തിക്ക്. എന്നിട്ടോ വീട്ടിൽ പോകാൻ നിർവാഹമല്ല. കാരണം ദർശന ഭക്ഷണത്തിന്റെ പേര് പറയാൻ പറ്റൂല, അടിച്ച് വാപ്പാനോട് പറയാൻ പറ്റൂല. എന്റെ വാപ്പാക്കട്ടെ രണ്ടാമത്തെ മകനില്ല, ഞാൻ മാത്രം എന്റെ വാപ്പാന്റെ മോൻ. വാപ്പാക്ക് അന്നും കുറെ കൃഷിയാണ്, രാവും പകലും കൃഷിയാണ്. വാപ്പാക്ക് സഹായിക്കാൻ ആളില്ല. വാപ്പാന്റെ കുടുംബം മുഴുവനും കുറ്റപ്പെടുത്തി. നിങ്ങൾ ഈ ഒരു കുട്ടിയുള്ള ആ കുട്ടീനെ കൊണ്ടാക്കിയിട്ട് എന്റെ മൂത്താപ്പാര് വാപ്പാനെ ഗുണദോഷിച്ച്. വാപ്പാനെ മൂത്താപ്പാര് ഗുണദോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ എന്തിനാണ് ആ ഒരു മകനുള്ളത് അവിടെ കൊണ്ടാക്കിയിട്ട് ആരവിടെ ഒരു കാര്യത്തിനൊന്ന് ഓടിക്കാൻ ആരാന്ന് വിചാരിച്ചത്? വലിയ കർഷകനായിരുന്നു. അപ്പൊ അതിന്റെ ആ കൃഷിനെ വാപ്പാക്കും മൂത്താപ്പാർക്കും ഒക്കെ ഉണ്ടായിരുന്നത്. ഞാൻ എന്ന് ദിവസം വിട്ട് ചെല്ലുകയാണെങ്കിലും വലിയ കൃഷിപ്പണിയാണ്. വാപ്പാക്ക് എന്നും ഒന്നിരിക്കൽ പാടത്ത് അല്ലെങ്കിൽ പറമ്പിൽ ഒന്നിരിക്കൽ കവുങ്ങില് അല്ലെങ്കിൽ തെങ്ങില് അല്ലെങ്കിൽ പൂളക്ക് അല്ലെങ്കിൽ വാഴക്ക് ഇങ്ങനെ പണിയായിരുന്നു. അപ്പൊ ഞാൻ ചെന്ന് കയറിയ സമയത്ത് ബാപ്പ വീട്ടിലുണ്ടെങ്കിൽ ചോദിക്കും, നിനക്ക് എന്നാ പോണ്ടത്? അപ്പൊ അങ്ങനെ ചോദിക്കും, എന്നാ പോണ്ടെന്ന് ചോദിക്കാം. നിനക്കിനി പോകാൻ എത്ര പൈസ വേണ്ടെന്ന് ചോദിക്കും. നിനക്ക് എത്ര ഇനി പോകാൻ പൈസ വേണ്ടെന്ന് ചോദിക്കും. അപ്പൊ ആ പൈസ ചെന്ന ഉടനെ തന്നെ ബാപ്പ തരും. എന്നിട്ട് ബാപ്പ എന്നോട് പറയും, ചിന്തിക്കണം, ഞാൻ എന്റെ വാപ്പാനെ ഓർത്ത് ഇന്നലെ രാത്രി കരഞ്ഞു പോയിട്ടുണ്ട്. ബാപ്പാനെ ഓർത്താൽ കരയാതിരിക്കാൻ കഴിയില്ല. കാരണം അങ്ങനത്തെ ഒരു ഇഖ്ലാസ് നമുക്കൊന്നും ഉണ്ടാവില്ല. ബാപ്പ പറയുന്നത് എന്താണെന്നറിയോ? എന്നോട് ചോദിക്കാതെ പോകണം. കാരണം എന്നോട് ചോദിച്ചാൽ ഞാൻ ഇന്ന് പണിക്കാർ കൂടുതലുള്ള ദിവസമാണ്, ഇന്ന് ഈ പോവല്ലേ, വല്ല ചായം വെള്ളം പൊരേന്ന് പാടത്തെത്തിക്കാൻ വേറെ ആളില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ചെന്ന് കയറിയ ഉടനെ തന്നെ ബാപ്പ പൈസ തരും. മനസ്സിലായില്ല? എനിക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ചെന്ന് കയറിയാൽ ഉടനെ ബാപ്പ നമുക്ക് തിരിച്ചു പോകാനുള്ള പൈസ തരും. എന്തിനാ പൈസ ബാപ്പ എന്നറിയോ? നിനക്ക് പോകാനുള്ള സമയത്ത് ഈ മുങ്ങ എന്നോട് ചോദിക്കരുത്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇന്ന് പോകണ്ട. കാരണം അത്രയും വലിയ തിരക്കുള്ള പണിയെടുക്കും. ഞാൻ ഉള്ള ദിവസം പാപ്പക്ക് നല്ല സമാധാനം. പാപ്പക്ക് എന്തെങ്കിലും ഒരു പണി ഉണ്ടാവും. വാഴയിലോ വെള്ളടിക്കുന്നിടത്തോ അവിടെ ഇവിടെ. അക്കാലത്ത് നമ്മുടെയൊക്കെ വരുമാനം കൃഷിയല്ലേ. ഒന്നിന് പൂള, വാഴ, നെല്ല്, ചേന, ഇതല്ലേ കൃഷി. അങ്ങനത്തെ ഒരു കർഷകനാ പാപ്പ. എന്നും പറയും, ചെന്നാ എനിക്ക് എത്ര പൈസ വേണ്ടേ എന്ന്. ഇനി വാപ്പയുടെ കയ്യിൽ പൈസ അല്ലെങ്കിൽ വാപ്പ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വാഴയാണെങ്കിലും പൂളയാണെങ്കിലും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു കടന്റെ തൊട്ടുമുന്നിൽ അവിടെ പോയിട്ട് അവിടുത്തെ ചങ്ങാതിനോട് പറയും, ഒരു പൈസ കൊണ്ട് പൈസ എടുത്തോണ്ട് ഞാൻ പറഞ്ഞ പൈസ നേരെ തന്നെ എന്റെ കയ്യിലെടുത്ത് തരും. ഉമ്മാന്റെ കയ്യിൽ വേണമെങ്കിൽ കൊടുത്തോ, അല്ലെങ്കിൽ ഈ അവിടെ എന്റെ അധീനത്ത് വെച്ചോ, ചോദിക്കണ്ട, നിനക്ക് സമയമാകുമ്പോ പോയിക്കോ. ഞങ്ങളെ കാരണത്താൽ ഒരു സഭക്ക് മുടങ്ങരുത്. പാപ്പാക്ക് വേറെ ആളില്ല. ഉമ്മ എന്നിട്ട് രണ്ടാമത്തെ തവണ നമ്മൾ ചെല്ലുമ്പോൾ നേരത്തെ പറയും, ഉപ്പ ഈ പോയെന്ന് വളരെ വിഷമിച്ചിട്ടുണ്ട്. അതൊന്നും ഓർക്കാൻ വയ്യ. ഞാനല്ല ഈ പ്രസംഗിക്കണം, എന്റെ വാപ്പയാണ്. അള്ളാഹുരൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ. ഒരു അടിച്ചിട്ട് വാപ്പാനോട് പറയാൻ പറ്റൂല. കരുണാകരൻ മാഷ് അടിച്ചതുപോലെ വാപ്പനോട് പറയാൻ പറ്റൂല. അതുകൊണ്ട് മലയാളം പഠിച്ചു. അള്ളാഹിന്റെ തൗഫീഖിനാൽ മലയാളത്തിൽ ഒരു അക്ഷരം എനിക്ക് പഴക്കൂല. എന്റെ വാപ്പ കൃത്യമായി പഠിപ്പിച്ചത് അള്ളാഹിന്റെ തൗഫീഖിനാൽ ഒരു മലയാള അക്ഷരം എനിക്ക് പഴക്കൂല. അള്ളാഹിന്റെ തൗഫീഖിനാൽ ഞാൻ അറബി പഠിച്ചതുപോലെ മലയാളം എന്റെ വാപ്പ എന്നെ നിർത്തി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രബോധകന് മലയാളം പഠിക്കൽ വളരെ അത്യാവശ്യമാണ്. ഒരാക്ഷരം മലയാളം പഴക്കാൻ വാപ്പ സമ്മതിക്കൂല. മാഷ അങ്ങനെ ബഹുമാനിപ്പിക്കും. കരുണാകരൻ മാഷ് അങ്ങനെ മലയാളം പഠിപ്പിച്ച്. ചിന്തിക്ക്, ഇതൊന്നും വെറുതെ അല്ല. എന്നിട്ടോ ബാപ്പ കഷ്ടപ്പെടും. ഇന്ന് ബാപ്പ മണ്ണിനടിയില്ല. അള്ളാഹുർക്ക് മൗഫറത്ത് കൊടുക്കട്ടെ, അള്ളാഹു മൗഫറത്ത് കൊടുക്കട്ടെ. ഞാനെല്ലാം പ്രസംഗിക്കുന്ന കേട്ടോ, എന്റെ വാപ്പയാണ്. സംശയിക്കട്ടെ, ഈ ദുനിയാവിൽ എനിക്ക് എന്റെ വാപ്പാനെ പോലെ കടപ്പെട്ട ഒരാളില്ല. എന്റെ വാപ്പാനോട് ഞാൻ ഈ ദുനിയാവ് മുഴുവൻ വാപ്പാന്റെ കബറിനോടെ കൊണ്ടുവച്ചാലും എന്റെ കടമ വിടില്ല. കാരണം എന്റെ വാപ്പ അത്ര വലിയൊരു മനസ്സുണ്ടായിരുന്നു വാപ്പാക്ക്. എന്തുകൊണ്ട് എന്റെ കുട്ടി നന്നായി തീരണമെന്ന് നമ്മൾ വാപ്പ വിചാരിച്ച അതിൽ നന്നായില്ലെങ്കിലും അള്ളാഹു വാപ്പാന്റെ പൊരുത്തം കൊണ്ടെങ്കിലും നാളെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ നീട്ടുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം, പാസ്പോർട്ട് എടുപ്പിച്ച് ഗൾഫിൽ അയക്കാൻ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. വാപ്പ നാട്ടിലെ രാഷ്ട്രീയ നേതാവുമായിരുന്നു. അക്കാലത്തെ രാഷ്ട്രീയത്തിന്റെ നേതാവുമാണ് ബാപ്പ. ആ ഏരിയയിൽ സമസ്തയുടെ നേതാവുമാണ് ബാപ്പ. രാഷ്ട്രീയത്തിന്റെ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ നേതാവുമാണ് ബാപ്പ.
17-18 വയസ്സായ കാലത്ത് ഒരു പാസ്പോർട്ട് എടുപ്പിച്ച് ഗൾഫിൽ അയക്കാൻ ബാപ്പ പറഞ്ഞാൽ കേൾക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് സമ്മതിച്ചില്ല. പിന്നെ ദൈവപഠനം പാസ്സായി വന്ന് പിന്നെ ദർസിന് പോയി. ബാപ്പാക്ക് സന്തോഷമായി. വീട്ടിലെ പ്രാരാബ്ദം കാരണം 992 ഞാൻ ഗൾഫിൽ പോയി. 94 തിരിച്ചു വന്നപ്പോൾ ബാപ്പ എന്ത് ചെയ്ത്, ഞാൻ നിനക്ക് വാങ്ങി തന്ന കിതാബിന്റെ പണത്തിനെ പറ്റി അല്ലാഹു തആല ചോദിച്ചാൽ എന്താണടാ ചെയ്യാ നിന്നോട് ചോദിച്ച്. 96 രണ്ടാമത്തെ പോക്ക് കഴിഞ്ഞ് വന്ന് 97 എനിക്ക് തോന്നി, പടച്ചോനെ ഇത് ശരിയാവൂല, കാപ്പാലയത്തിന്റെ കിസ്വ പിടിച്ച് ഞാൻ പറഞ്ഞു, പടച്ചോനെ എന്റെ ബാപ്പ എന്നോട് ചോദിച്ച ചോദ്യം ബാക്കിയുണ്ട്, അതുകൊണ്ട് നിന്റെ ദീനല്ലാത്തൊരു ജോലി എനിക്ക് ഇനി വേണ്ട. 998 കാബാലയത്തിന് കിസ്വ പിടിച്ചു കയറിഞ്ഞ് ബാപ്പാന്റെ ഉദ്ദേശം സാർത്ഥകമായി. നിങ്ങൾ ഞാൻ തമാശ പറയല്ല, ഇത് ബാപ്പയാണ് ഇതിന്റെ കാരണക്കാരൻ, അല്ലാതെ റഹ്മത്തുള്ളാഹിന്റെ വലിപ്പത്തരമല്ല. നമ്മൾ അലാമാക്കാന അവദഹു അബൂഹു, ബാപ്പമാര് പഠിപ്പിച്ചതല്ലാതെ മക്കൾ പഠിക്കുകയില്ല. എന്റെ കുട്ടി ആലിമാകണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ കുട്ടി ആലിമാകും. മൻചദ്ദ വജദാ. ഇവിടെ വന്നപ്പോ ഒരാൾ എന്നോട്, ബഹുമാനപ്പെട്ട ഉസ്താദ് ഇരിക്കുന്ന വീട്ടിൽ നിന്ന് ഒരാൾ പറഞ്ഞ്, ഒരു ചെറുപ്പക്കാരൻ വന്നൊരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് വന്നോ പറഞ്ഞ് എന്റെ കുട്ടി ഹാഫിളാകണം. അപ്പോൾ ഞാൻ തിരുത്തി, ഹാഫിളായ പോരാ, ഹാഫിളാകൽ വാജിബല്ല, ആലിമാകണം. ആലിമാകാതെ ഹാഫിളായാൽ കേവലം തണ്ണി മുക്രിയാകേണ്ടി വരും. അല്ലെങ്കിൽ ഖുർആൻ കൊണ്ടുള്ള ലക്ഷ്യം നടക്കാതെയാകും. ഹാഫിൾ ആവശ്യമല്ലേ, ആണെങ്കിലും ഹാഫിൾ ആയവൻ ആലിമാകണം, അല്ലാതെ ഹാഫിളായിട്ട് മതിയാക്കരുത്. എന്തുകൊണ്ട്? ജാഹിലായി തീർന്നാൽ ജനങ്ങൾ അവനെ അവലംബിക്കുകയും പിഴക്കുകയും പിഴപ്പിക്കുകയും ചെയ്യും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണം. ഹാഫിളിന്റെ അദബുകളുണ്ട്. ഹാഫിളിന്റെ പണി പൂർത്തിയാകണമെങ്കിൽ ഖുർആൻ വെറുതെ കാണാതെ പഠിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല. എന്തിനാ ഖുർആൻ ഇറങ്ങിയത്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീം, ശുദ്ധീകരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്, വെറുതെ ചൊല്ലാൻ വേണ്ടി ഇറങ്ങിയതല്ല. ചൊല്ലതിൽ ഫളിലില്ലേ ഉണ്ട്, പക്ഷെ അതിന്റെ ആത്യന്തിക ലക്ഷ്യമല്ല. ആത്യന്തിക ലക്ഷ്യം ഇൽമാണ്, അത് ദീനാണ്, അത് ഫിഖാണ്. هذا معاذ بن جبل يأتي يوم القيامة أمام العلماء എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ നിൽക്കുന്ന മുആദ് ഉണ്ടല്ലോ, മുആദ് അന്ത്യനാളിൽ എല്ലാ ആലിമീങ്ങളുടെയും മുന്നിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ മുആദിന് അതിന് കാരണം? അഅലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ബിൻ ജബൽ എന്ന് മുഹമ്മദ് മുസ്തഫ. ഹലാലും ഹറാമും വ്യവച്ഛേദിച്ച് പഠിച്ചതാ കാരണം. അപ്പൊ വെറുതെ ഹാഫിളായതുകൊണ്ട് കാര്യമില്ല. കേവലം ഹാഫിളാകുന്ന ട്രെൻഡ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്, അത് ശരിയല്ല. കേവലം ഹാഫിളായ മതിയാകൂല, അതിന്റെ ഭംഗിയില്ലേ ഉണ്ട്. പക്ഷേ ആ രൂപത്തിൽ അത് കൈകാര്യം ചെയ്യണമെങ്കിൽ അവർ ആലിമും കൂടിയാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുണ്ടാകണം, ആലിമീങ്ങൾ ഉണ്ടാകണം. അതിന് പള്ളി ദിവസം ഭംഗി നടക്കണം. നിങ്ങൾ നിങ്ങളെ കുട്ടികളെ ദീൻ പഠിപ്പിക്കണം. ഇതിന്റെ ലാഭം എന്താണ്? ദീൻ പഠിപ്പിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കണ്ണിന്റെ കൃഷ്ണപടി പോലെ നിങ്ങൾ ഇത് സൂക്ഷിക്കണം. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന 2 മഹത്വമാണ്. ഞാൻ ജേഷ്ഠ സഹോദരനെ പോലെ ബഹുമാനിക്കുന്ന ഈ മനുഷ്യൻ, ഞാൻ ഇരുത്തി പറയാന്ന് വിചാരിക്കരുത്. ആ മനുഷ്യൻ മുന്നിൽ നിന്നതുകൊണ്ടും നിങ്ങൾ ഒരുമിച്ച് കൂടിയത് കൊണ്ടുമാണ് നിങ്ങൾക്ക് ഈ നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾ മറക്കരുത്. കപ്പിത്താൻ ഇല്ലാതെ കപ്പലിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കൊമ്പത്താളിരിക്കാതെ തോണി അക്കരക്ക് പോവുകയില്ല. ചെരിച്ചിൽ പള്ളിക്കാർക്ക് അല്ലാഹു ചെയ്ത നിഅമത്ത് ഒന്ന് മഹാനായ അബൂബക്കർ ഹാജിയാണ്. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആമീൻ. ഉറക്കെ പറ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കെ പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊരു തൗഫീഖാണ്. ആ തൗഫീഖ് കൊണ്ട് ഇതുണ്ടായി. ചെയ്തത് നിങ്ങൾ തന്നെ. പക്ഷേ മുന്നിൽ ഒരാളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയൂല. അപ്പോൾ അല്ലാഹു നിങ്ങൾക്കൊരു തൗഫീഖിന്റെ സ്ഥാപനം തന്നെ. ഹിഫ്ള് പഠിക്കാൻ നിങ്ങളെ കുട്ടികൾക്ക്, ശരിയാത്ത് പഠിക്കാൻ നിങ്ങളെ കുട്ടികൾക്ക്, ഇംഗ്ലീഷ് വെള്ളം പോലെ പഠിക്കാം. എല്ലാ ഭാഷകളും പഠിക്കാനുള്ള യോഗ്യതയുണ്ട്. എല്ലാം പഠിക്കാനുള്ള ഇൽമ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. നിങ്ങളെ കുട്ടികൾ ഇതിലേക്ക് പറഞ്ഞേക്കണം. നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം.
അതും ഇപ്പോൾ അതിന്റെ ബാലാരിഷ്ടത കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ മുന്നോട്ട് പോകണം. ബഹുമാനപ്പെട്ട ഹൈത്തമ ഉസ്താദ് വർഷങ്ങളോളം നിങ്ങളുടെ നാട്ടിൽ ദർസ് നടത്തി. ആ മഹത്വം അദ്ദേഹം മുന്നോട്ട് പോകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അത് ഉറക്കാമി പറയാം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ ആദരവ് കൊടുക്കാന്ന് പറഞ്ഞാൽ രണ്ട് നിലക്കുണ്ട്. ആദരവ് വെറുതെ ആദരവായിട്ട് കൊടുക്കും. ഇത് തൃപ്പൻചിക്കാർ മുമ്പ് ബഹുമാനപ്പെട്ട തൃപ്പഞ്ചി ഉസ്താദിന്റെ വയറുകൊണ്ട് കുടുങ്ങിയിട്ട് ഒരു ആദരവ് കൊടുത്തൊരു കഥ ഉണ്ട്. മൂപ്പര് തൃപ്പഞ്ചി ജുമാഅത്ത് പള്ളിയിലെ മൂപ്പര് റമളാൻ ഒന്നായാൽ വയൽ തുടങ്ങും. വയൽ അങ്ങനെ പറയും, അങ്ങനെ ഇത് വയൽ കേട്ടിരിക്കൽ ഇവർക്ക് നിർബന്ധം. കാരണം തൃപ്പഞ്ചി സ്ഥലം വയൽ പറയുന്നത് പിന്നെ അങ്ങനെ കേൾക്കാതിരിക്കാൻ പറ്റും. ഒരാവശ്യത്തില്ലെങ്കിൽ ഒരാവശ്യത്തിന് ജനങ്ങൾക്ക് മൂപ്പരെടുത്ത് പോകണം. എന്തിനും ജലദോഷം വന്നാൽ വരെ മൂപ്പര് വെള്ളം മന്ത്രിച്ചു കൊടുത്താലേ പരിഹാരം. മൂപ്പര് വെള്ളിയാഴ്ച ലൂറാണ് ഏത് ദിവസം റമളാൻ 1 മുതൽ ലൂറാണ് കഴിഞ്ഞാൽ ലൂർ നിസ്കാരം കഴിഞ്ഞാൽ വയലാണ് തുടങ്ങും. അങ്ങനെ വയൽ പറയും. ഇതെല്ലാവരും കേട്ടിരിക്കണം. ഉസ്താദിന്റെ മുന്നിൽ നിന്ന് എങ്ങനെ എണീറ്റ് പോകാന്ന് വിചാരിച്ചാൽ അങ്ങനെ അവസാനം കമ്മിറ്റി ഒരു 10 കഴിഞ്ഞപ്പോൾ കമ്മിറ്റി കൂടി. ഇനിയിപ്പോൾ വയൽ നിർത്താൻ എന്താ ചെയ്യുക? അപ്പോൾ അവർ തീരുമാനിച്ച് നമുക്കൊരു പൈസ ഉണ്ടാക്കി കൊടുക്കുക. സാധാരണ മൂല്യമാർക്ക് ഒരു പൈസ കൊടുക്കൽ വയറിൽ അവസാനിക്കുമ്പോഴാണല്ലോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക? ഒരു പൈസ ഒക്കെ ഉണ്ടാക്കിയത് കൊടുത്താൽ മൂപ്പർക്ക് മനസ്സിലാവും പോകാനായിട്ടുണ്ട്, വയൽ നിർത്താനായിട്ടുണ്ട് എന്ന് മനസ്സിലായിക്കോളും എന്ന് വിചാരിച്ചിട്ട് ഇവര് പൈസയൊക്കെ ഉണ്ടാക്കി നോമ്പ് 15-ന്റെ അന്ന് പിന്നെ വയറിങ്ങനെ കഴിഞ്ഞ് ഉസ്താദ് പോകുമ്പോ പറഞ്ഞത്രേ, ഉസ്താദ് 15 കഴിഞ്ഞല്ലോ, അപ്പൊ ഇനി ഓരോരുത്തർക്കും ഓരോ വഴിക്ക് തിരിയേണ്ട സമയമായി. അപ്പോ പിന്നെ ഇനിയിപ്പോ അവിടെ ദ്വാരന്ന് വിരിയാന്ന് ഇങ്ങനെ ഉദ്ദേശമുണ്ട്. പിന്നെ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എല്ലാവരും കൂടി ഉസ്താദിന് കുറച്ച് ദിവസം വയറു പറഞ്ഞാലേ ഒരു പാരിതോഷികമാണ് എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ വേഗം മൂപ്പര് അതിന് വാങ്ങി. മൂപ്പര് വാങ്ങിയത് പറഞ്ഞ് ഞാനിപ്പോൾ 1-2 ദിവസമായി എൻ്റെ മനസ്സിൽ ബദരീങ്ങളാണ്ട് ഇപ്പം എങ്ങനെയാ കഴിക്കാന്നുള്ള വേചന. അതിൽ പൈസ അവിടുന്ന് തന്നെ എണ്ണീറ്റ് കുറച്ച് പൈസ കുഞ്ഞാപ്പാജി പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞാപ്പ പോത്തിന് അരിച്ച് വാങ്ങിക്കോ, അരിച്ച് വാങ്ങിക്കോ, ഓരോരുത്തരുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പിറ്റേന്ന് ലൂറിന് മൂപ്പര് വെള്ളം തുടങ്ങി എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആദരവാകരുത്. ഇത് മുന്നോട്ട് പോകണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇത് മുന്നോട്ട് തന്നെ പോകണം. ഈ സമരം മുന്നോട്ട് പോകണമെങ്കിൽ ഈ മക്കളെ പോലത്തെ ആലിമീങ്ങൾ ഇവിടെ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാട്ടിനെ മുന്നിൽ നിൽക്കാൻ ആളുണ്ടത് കൊണ്ട് മാത്രമാണ് നമുക്കിത് തോന്നുന്നത് നമ്മളൊക്കെ നടക്കുന്നു. ഒരിക്കലും നടക്കും നിങ്ങൾ വിചാരിക്കണ്ട. ഒരു രീതി അങ്ങോട്ട് പൊളിഞ്ഞാൽ ഒന്നും മുന്നോട്ട് പോകില്ല. അള്ളാഹിന്റെ തൗഫീഖ് അല്ലേ? അള്ളാഹു ചില ആളുകൾ കൊടുക്കുന്ന തൗഫീഖാണ്. അതങ്ങനെ തന്നെയാണ്. ചില ആളുകൾ വഴിയുള്ള തൗഫീഖാണ്. ആ ആൾക്കേ അത് നടക്കുള്ളൂ. അത് ഓരോരുത്തർക്കും അല്ലാഹു തആല ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് അങ്ങോട്ട് അവർ ഉപയോഗപ്പെടുത്തിയാൽ അത് കാര്യം നടക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു രീതി ഇവിടെ മുന്നോട്ട് പോകും. ഈ കമ്മിറ്റി ഈ രൂപത്തിൽ ഈ നാട്ടിലെ നേതാക്കൾ ഒരുമിച്ച് കൂടി ബഹുമാനപ്പെട്ട നല്ലൊരു നാടാണത്. അല്ലാഹു തആല ചെറുപ്പക്കാർ, ഞാൻ ആ ഭക്ഷണത്തിൽ കഴിഞ്ഞ തവണ ഒരു വീട്ടിൽ പോയി, ഈ തവണ ആ വീട്ടിൽ തന്നെ പോയി. എനിക്ക് അവിടുത്തെ ചെറുപ്പക്കാരുടെയൊക്കെ ഒരു വിനയമുള്ള പെരുമാറ്റം മറ്റുമൊക്കെ അത് വളരെ എന്നെ അത്ഭുതപ്പെടുത്തി. അങ്ങനെയൊന്നും സാധാരണക്ക് ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ഉണ്ടാകൂല. അവിടുന്ന് അങ്ങനെ ഉസ്താദുമാരെ ചെരുപ്പുകൾ മാത്രം പെറുക്കി നേരെയാക്കി വെക്കുന്ന ചെറുപ്പക്കാരെ ഞാൻ കണ്ടു. അതും എന്നെ അത്ഭുതപ്പെടുത്തി. അവർ അദബുള്ള നാടാണ്. അദബുള്ള നാടിൽ മാത്രമേ ബർക്കത്തുണ്ടാവുള്ളൂ. ദീന എന്നാൽ അദബാണ്. ആലിമിന്റെ ചെരുപ്പ് നന്നാക്കി കൊടുത്താലും അത് അദബാണ്, അക്കാദബാണ്. അത് നിങ്ങൾ നന്മയുള്ളത് കൊണ്ടാണ്. അത് മങ്ങിയാക്കി പറയാനില്ല. അള്ളാഹു നിങ്ങൾക്ക് വലിയ ഹൈറ് തരട്ടെ. നിങ്ങൾ വലിയ ഹൈറുള്ള നാട്ടുകാരാണ്. പക്ഷെ ഈ കുട്ടികളിന് ഇവിടെ രംഗത്ത് വരണം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പകുതിയായിട്ടുള്ളൂ. ശരിയായിട്ട് മുന്നോട്ട് പോകണം. അത് മുന്നോട്ട് തന്നെ പോകണം. അപ്പൊ ഇത് ഒക്കെ നമുക്കായി നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ സമ്മേളനം നടത്തി കുറെ ആളുകളും കൂടിയപ്പോൾ ഇത് നമുക്കെന്നെ കൊണ്ട് അത് കഴിയൂല, ഒരിക്കലും കഴിയില്ല. ഈ ചുരുക്കിൽ അങ്ങോട്ട് മുന്നോട്ട് പോകണം. അതല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു സന്തോഷമാണ് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. ഒരു സന്തോഷം, ഒരു മുഅ്മിനിനുണ്ടാകേണ്ട ഒരു സന്തോഷം എന്ന നിലയിലാണ് ഞാൻ ഇതിൽ പങ്കാളിയാവുന്നത്. ഒരു സന്തോഷമാണ്. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ അവിടെ ദീനിയായ സ്ഥാപനം, അവിടെ ഭംഗി, അപ്പം കയറി വരുന്നോടത്ത് മനോഹരമാക്കിയ അതിൻ്റെ കയറി വന്നിടത്ത് തന്നെ മനോഹരമാക്കിയിട്ടുണ്ട്. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പടിപ്പുര ഭാഗം തന്നെ ഗേറ്റൊക്കെ തന്നെ അൽഹംദുലില്ലാ എന്ന് പറയും മനുഷ്യന്മാര്. അൽഹംദുലില്ലാ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. ആ ഭംഗി അവിടെ കാണണം. ഇതൊക്കെ നമ്മളൊരു തൗഫീഖാണ്. അല്ലാഹു തആല നമ്മളെ പള്ളികളൊക്കെ മഹത്വമാക്കി തരട്ടെ. അല്ലാഹു മഹത്വമാക്കി തരട്ടെ. എന്തൊക്കെയാണെങ്കിലും അതൊക്കെ കണ്ടാൽ നമുക്കൊരു സന്തോഷം. സന്തോഷമാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് ഞങ്ങൾ കുറച്ച് ആളുകൾ കൂടി ഇങ്ങനെ
നാട് കാണി ചുരം ഇറങ്ങി വരുമ്പോഴാണ് അടിവാരത്തെ പള്ളി കണ്ടത്. അപ്പോൾ അവിടെ തന്നെ ഒന്ന് ഞങ്ങൾ ദുആ ചെയ്തു. അടിവാരത്തെ പള്ളിയാണ് ചൊറുക്കണ തമരശ്ശേരി ചുരം ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആ പള്ളി ഇങ്ങനെ കണ്ട ഒരു സന്തോഷമാണ്. അള്ളാഹിന്റെ ഇടയിൽ فلما برزوا لجالوت وجنوده قالوا ربنا افرغ علينا صبرا وثبت اقدامنا. നോക്ക് അവിടെ فلما برزوا لجالوت وجنوده قالوا ربنا افرغ علينا صبرا وثبت اقدامنا وانصرنا على القوم الكافرين فهزموهم باذن الله وقتل داود جالوت وآتاه الله الملك والحكمة وعلمه مما يشاء. പ്രതിസന്ധിയിൽ ജയിക്കാൻ വേണ്ടി അല്ലാഹ് ആരാണ് നമ്മളെ ജയിപ്പിക്കുക എന്ന് നിങ്ങൾ ബേജാറാവണ്ട. ഇസ്രായേലി സമൂഹം നങ്കൂരമില്ലാത്ത കപ്പൽ പോലെയായിരുന്നു, കപ്പിത്താനില്ലാത്ത കപ്പൽ പോലെയായിരുന്നു. അപ്പോൾ അള്ളാഹു അവർക്കൊരു കപ്പിത്താനം നൽകി. അതാണ് നബിയുല്ലാഹി ദാവൂദ്. ഇനി ദാവൂദിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. അലൈഹിസ്സലാം ദാവൂദ് നബിയുടെ ബാപ്പാക്ക് 13 മക്കൾ ഉണ്ടായിരുന്നു. 12 മക്കളും കരുത്തന്മാരായിരുന്നു. 13ാമത്തെ മകൻ ഒരു എന്താ പറയാ എന്തോ ഒരു വൽപ്പല്ലാത്ത ഒതുങ്ങിയ ഒരു ചെറിയ ഒരു വൽപ്പം കാമത്ത് വല്ല കുഞ്ഞുങ്ങളൊന്നും കൂടുതലില്ലാത്ത ഒരു ഉരുള പോലത്തെ ഒരു കുട്ടിയായിരുന്നു ആര്? ദാവൂദ്. ദാവൂദ് നബിയുടെ ബാപ്പ ദാവൂദ് നബിയാണ് പ്രതിസന്ധിയിൽ ഇസ്രായേലിനെ രക്ഷപ്പെടുത്തിയത്. എന്നിട്ട് ഈ ദാവൂദ് നബിയെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ദാവൂദ് നബിയുടെ ബാപ്പയുടെ പേര് മീശ എന്നാണ്. മീശ, ദാവൂദ് ഇബ്നു മീശ. നിങ്ങൾ വിചാരിച്ച മൂക്കിന്റെ താഴെയുള്ള മീശല്ല, മനസ്സിലായില്ല? ദാവൂദ് ഇബ്നു മീശ. മീശക്ക് 13 മക്കൾ ഉണ്ടായിരുന്നു. അതില് 13ാമത്തെ മകനാണ് ആര്? ദാവൂദ്. 12 മക്കളും മൗസൂഫീന ബിൽ ജമാലി വൽ കമാൽ, ഭയങ്കര കരുകരുത്തന്മാര്, അഴകും ഭയങ്കര കരുത്തുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് 13ാമത്തെ മകനെ മേക്കാരനാക്കി വിട്ടു. ആര്? മീശ. കുടുംബത്തിൽ നിന്ന് വല്ല വിരുന്നുകാർ വന്നാൽ പോലും 13ാമത്തെ മകനെ വിരുന്നുകാരെ മുന്നിൽ കാണിച്ചു കൊടുക്കൂല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. അതായത് ആടും കന്നുണ്ടായിരുന്നു മീശക്ക്. അതിനെ നേരെ കൊടുത്താൽ തന്നെ അതിനെ മേക്കാൻ വേണ്ടി പറഞ്ഞേക്കും. ആരെ? ദാവൂദിനെ. അതായത് ആളുകളെ കാണാൻ മാത്രമല്ല, 12 മക്കളും ഭയങ്കര കരുത്തന്മാരാ. ദാവൂദ് മാത്രം ആ കൂട്ടത്തിൽ ഒരു കുള്ളന. അലൈഹിസ്സലാം സയ്യിദുനാ ദാവൂദ്. അതുകൊണ്ട് ഇതിന്റെ കുട്ടിയാണെന്ന് പറയാൻ പോലും മീശക്ക് ഒരു മടിയാ. കാരണം ബാക്കിയുള്ളവരൊക്കെ വലിയ കരുത്തന്മാരാ. അതുകൊണ്ട് നേരെ വെളുത്താൽ ആടിന്റെ കന്നിന്റെ പിന്നാലെ പറഞ്ഞേക്കും. ആരെ? ദാവൂദിനെ. അക്കാലത്തെ നബിയാണ് ശംവീൽ നബി അലൈഹിസ്സലാം. ശംവീൽ നബിക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു. ജോർദാൻ നദിക്കരയിൽ മീശ എന്നൊരാളുണ്ട്. അയാളുടെ മക്കളെ കൂട്ടത്തിൽ ഒരാളുണ്ട്. ആ കുട്ടിയാണ് ഇനി ഇസ്രായേലിനെ നയിക്കുക. ആ കുട്ടിക്കുള്ള പ്രത്യേകത എന്തെന്നാൽ ആ കുട്ടിയുടെ തലയിൽ ഒരു ഇരുമ്പിന്റെ കവചം ഇട്ട് വെച്ചാൽ സാലത്ത് കമാ യസിലുൽ മാഉ, വെള്ളം ഒലിക്കുന്നത് പോലെ ഇതിങ്ങനെ ഒലിക്കും. ഇരുമ്പ് പോലും ഇങ്ങനെ ഒലിച്ചു. ആ ജാതി കരുത്തുള്ള കുട്ടിയാണ് തലയിൽ വെച്ചാൽ. അപ്പോൾ ജെറൂസലേം ചന്തയെന്ന് ഒരു ഇരുമ്പിന്റെ പടത്തൊപ്പിയും വാങ്ങിയിട്ട് മീശയുടെ വീട്ടിലേക്ക് വന്നു സയ്യിദുനാ ശംവീൽ നബി അലൈഹിസ്സലാം. എന്നിട്ട് പറഞ്ഞു, മീശ, നിന്റെ മക്കളെ ഒക്കെ എനിക്കൊന്ന് കാണിക്ക്. നിന്റെ മക്കളെ കൂട്ടത്തിൽ ഒരു പ്രത്യേകതയുള്ള മോനുണ്ട്. 1ാമത്തെ മോനെ കാണിച്ച് 1ാമത്തെ മോന്റെ തലയിൽ ഈ ഇരുമ്പിന്റെ പടത്തൊപ്പി വെച്ചു. ഒരു കുഴപ്പമില്ല, വിട്ടു. അടുത്ത ആളൊക്കെ വെച്ചു. 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. 12 മക്കളുടെ തലയിലും ഈ ഇരുമ്പിന്റെ പടത്തൊപ്പി വെച്ചിട്ട് ഒരു വ്യത്യാസം ഉണ്ടായില്ല. അപ്പോൾ ശംവീൽ നബി മീശയോട് പറഞ്ഞു, നിന്റെ മക്കളെ കൂട്ടത്തിൽ വലിയൊരു മഹാനുണ്ട് എന്നാണല്ലോ എൻ്റെ അറിവ്, എനിക്ക് വഹി കിട്ടിയത്. അപ്പോൾ മീശ പറഞ്ഞു, അത് ഞാനാവൂല, ഇനി എനിക്ക് അങ്ങനത്തെ ഒരു മക്കളില്ല, അത് വേറെ മീശയാവുന്നാണ്. അപ്പോൾ പറഞ്ഞു, ഇജന്യ മീശ, വേറെ മീശയല്ല. നിനക്ക് വേറെ മക്കളില്ലേ? പിന്നെ അപ്പൊ പറഞ്ഞു, എനിക്കൊരു മകനുണ്ട്, അതൊരു വകക്കും കൊള്ളാത്തതാ, ഒരു സദസ്സ് കാണിച്ചു കൊടുക്കാൻ പറ്റൂല, അതുകൊണ്ട് ആട് മേക്കാൻ പറഞ്ഞേക്കും രാവിലെ. അതെവിടെയാ ഉണ്ടാവുക? അവനാവൂല. ആവൂല നീ തീരുമാനിക്കേണ്ട മീശ, ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ എവിടെയാന്ന് ചോദിച്ചിട്ട് ഒരാളെ പോലും മീശ പറഞ്ഞയച്ചു കൊടുത്തില്ല ശംവീൽ നബിക്ക്. കാരണം അതാവൂല, നിങ്ങൾക്ക് പേച്ചതാവും. അവസാനം ഇറങ്ങി നടന്നു ജോർദാൻ നദിക്കര മുഴുവനും ചുറ്റി മഹാനായ ശംവീൽ നബി അലൈഹിസ്സലാം മൂളിപ്പാട്ട് ഇങ്ങനെ പാടിയിട്ട് ഒട്ടകക്കൂട്ടത്തിന്റെ നടുവിലുണ്ട് ഒരു കുട്ടി. ആ കുട്ടിയെ ജനിച്ചു. ആരാന്ന് എന്റെ വാപ്പ വെച്ചു, മീശയാണെന്നാണ്. മീശന്റെ മകൻ ദാവൂദ്. ഓഹോ, ഇവിടെ വാ മോനെയാണോ വരുത്തി. ഈ പടത്തൊപ്പി തലയിലാണ് വെക്കണോട് കൂടെ ഇതിങ്ങോട്ട് ഓലിക്കാൻ തുടങ്ങി. അപ്പോഴും ഇങ്ങോട്ട് ചേർത്ത് പിടിച്ച്, ഇയാളാ നാളത്തെ കുട്ടിയാണ്.
ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനെന്നാൽ ഈ പ്രതിസന്ധി കാലത്ത് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകാനല്ല നിങ്ങൾ വഴി. ദാവൂദ് നബിയെ ഈശയുടെ മകനാക്കിയ അള്ളാഹുവിന് എന്ത് പ്രശ്നമാണ്? അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മൾ നേരായ വഴിക്ക് മുന്നോട്ട് പോവുക. പ്രശ്നങ്ങളെ ആര് പരിഹരിക്കും? അള്ളാഹു തൗഫീഖ് തരട്ടെ. എവിടുന്നാണ് മാറ്റം വരിക അത് നമുക്കറിയേണ്ട ആവശ്യമില്ല. അതിന്റെ ഒക്കെ ആൾ ആരാണ്? അള്ളാഹുവാണ്. അത് പേടിക്കണ്ട. പിന്നെന്താ ഉണ്ടായത്? പിന്നെ ഗോളിയാത്തിന്റെ മുന്നിലേക്ക് 60 റാത്തലാണത്ര പടത്തൊപ്പി. ആരുടെ? ജാലൂത്തിന്റെ പടത്തൊപ്പി 60 റാത്തല. 60 റാത്തൽ മാത്രം അത്ര പടത്തൊപ്പിയുള്ള കനം പടത്തൊപ്പിയുള്ള യോദ്ധാവിന്റെ മുന്നിലേക്ക് മത്സരിക്കാൻ വേണ്ടി താലൂത്ത് പറഞ്ഞയച്ചു. ആരെ? ഈ ചെറിയ എത്ര പോന്നെ ആരെ? ദാവൂദിന്. ദാവൂദിന് യുദ്ധം ചെയ്യാനും അറിയില്ല അലൈഹിസ്സലാം. ദാവൂദിന്റെ കയ്യിൽ ഒരു തെറ്റുപകരണം ഉണ്ടായിരുന്നു. ഇങ്ങനെ എറിയുന്ന ഉപകരണം ഉണ്ടായിരുന്നു. അമ്പല്ല, ഒരു പ്രത്യേക എന്താ പറയാ മിഞ്ചനിയക്കിന്റെ ഒരു ചെറിയ സാധനം. അതായത് ഇങ്ങനെ തെറ്റുന്ന കിളികളെയൊക്കെ ഓടിക്കാൻ വേണ്ടിയൊക്കെ ചവണ അതന്നെ 60 റാത്തൽ പടത്തൊപ്പിയും കൊണ്ട് നിൽക്കുന്നവന്റെ ജാലൂത്തിന്റെ മുന്നിലേക്ക് പോയി നിന്നു സയ്യിദുനാ ദാവൂദ്. ദാവൂദ് നബി കാണാൻ തന്നെ വലിപ്പല്ലേ എത്രയേ ഉള്ളൂ. അപ്പൊ ചോദിച്ചു, ജിന്നോട് കളിക്കാൻ വന്നതാ? ഞാൻ യുദ്ധത്തിന് വന്നതാ. ജിന്റെ വിരലിന്റെ അത്രയല്ലേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു ദാവൂദ് നബി പറഞ്ഞു, ജിന്റെ വലിപ്പം നോക്കണ്ട, യുദ്ധത്തിനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. തിരക്കടില്ലല്ലോ. എന്നാ തുടങ്ങല്ലേ? തുടങ്ങാന്ന് പറഞ്ഞതോടുകൂടെ തന്റെ കയ്യിലുള്ള ചവണോട് ഒരൊറ്റ തല 3 പറഞ്ഞു. ലക്ഷക്കണക്കിനുള്ള പട്ടാളം നേതാവിന്റെ തല പടർന്ന് ഇത്ര പോലെ കുട്ടിയാ പളർത്തിയത്. പിന്നെ ബാക്കിയുള്ള ഒരു കാത്തു നിൽക്കും, പാഞ്ഞ് തടി തപ്പി. ആ പടക്കൂട്ടത്തിൽ എപ്പത്ര പോകുന്ന കുട്ടിക്ക് പോലും ഇങ്ങനത്തെ കരുത്തുണ്ടെങ്കിൽ ബാക്കിയുള്ളവരോട് യുദ്ധത്തിനാവൂല എന്ന് പറഞ്ഞ അവര് പാഞ്ഞ് മനസ്സിലാവില്ലേ? നിങ്ങൾക്ക് പേടിക്കണ്ട. എവിടുന്നാണ് നവോത്ഥാനം വരിക നിങ്ങൾ ബേജാറാവണ്ട. അതൊക്കെ ആര് കൊണ്ടുവരും? അല്ലാഹു. എവിടുന്ന് പ്രശ്നം പരിഹരിക്കും അത് നമ്മൾ ആലോചിക്കണ്ട. പ്രശ്നം ആര് പരിഹരിക്കും? അല്ലാഹു. പേടിക്കണ്ട.